അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ രാത്രിയിൽ സിനാൻ ലോക്കപ്പിൽ കിടന്ന് കരയുകയായിരുന്നു. ഒരു ഭാഗത്ത് തൻ്റെ പ്രിയപ്പെട്ട മുഹ്സിയെ ഓർത്തുകൊണ്ട് മുഹ്സി തന്നിൽ നിന്നും വേർപിരിയുകയാണ് എന്നറിഞ്ഞ ആ ഒരു യാഥാർത്ഥ്യ സത്യം അതറിഞ്ഞ് അവനെ ഒരിക്കലും സഹിക്കാൻ കഴിയാതായി. മറുഭാഗത്ത് പോലീസിൻ്റെ മർദ്ദനം, കാര്യങ്ങൾ ചോദ്യം ചെയ്യൽ, താൻ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓരോ ചോദ്യത്തിനു മുമ്പിൽ സിനാൻ പകച്ചു പോവുകയായിരുന്നു. സാർ, എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ എന്തൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്? ആഹാ, അല്ലെങ്കിലും കള്ളന്മാരൊക്കെ എങ്ങനെ പറയുള്ളൂ, ഒന്നും അറിയില്ലെന്ന് പറയും. തക്കതായ ശിക്ഷ അങ്ങോട്ട് ഏൽക്കുമ്പോൾ താനേ സത്യം അങ്ങോട്ട് പുറത്തു വരും. പൊന്നു മോനെ, നീ വല്ലാതെ വിളയാടില്ലേ. നിന്നെക്കൊണ്ട് സത്യം പറയിപ്പിക്കാനുള്ള മുറകളൊക്കെ ഇതാ എടുക്കുന്നേ ഉള്ളൂ. സിനാൻ്റെ മുഖമാകെ ചുവന്ന് തുടുത്തിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, മുഖം നോക്കിയിട്ടാണ് ഓരോ ഇടികൾ കിട്ടുന്നത്. അല്ലാ, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അല്ലെങ്കിലും മുഅ്മിനീങ്ങൾക്ക് ദുനിയാവ് നരകാണെന്ന് പറഞ്ഞത് വളരെയധികം യാഥാർത്ഥ്യമാണ്. പഠിച്ചോനെ, അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് കൂടുതലായിട്ട് പരിക്കേൽക്കുന്നു, എന്നെ ഉപദ്രവിക്കുന്നു. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? സിനാനെ ആകെ വിഷമിക്കുകയാണ്. അല്ലെങ്കിലും ജയിലിൽ കിടക്കുന്നവരൊക്കെ കൂടുതലായിട്ടും നിരപരാധികൾ തന്നെയാണ്. അത് സത്യമുള്ളവർ, സത്യം പറയുന്നവർക്ക് എവിടെയും സ്ഥാനമില്ല. കളവ് പറഞ്ഞ് എങ്ങനെങ്കിലൊക്കെ ജയിക്കും. പക്ഷേ ദുനിയാവിലല്ലേ എല്ലാവരും രക്ഷപ്പെടുള്ളൂ. നാളെ പരലോകത്ത് എല്ലാം അറിയുന്നൊരു ദിവസം ഉണ്ടാവുമല്ലോ. കൈകളും കാലുകളും സാക്ഷി നിൽക്കുന്ന ആ ഒരു നിമിഷം, ആ ഒരു സമയം വായ മൂടിക്കെട്ടും. അങ്ങനൊരു ദിവസം വരാനുണ്ടല്ലോ. സിനാൻ അതോർത്തു. റബ്ബേ, ദുനിയാവിൽ എൻ്റെ ജീവിതം നരകായിരിക്കും. എനിക്കെൻ്റെ പെണ്ണിൻ്റെ കൂടെ സമാധാനത്തിൽ സന്തോഷത്തിൽ ജീവിക്കാൻ എന്നെ സമ്മതിച്ചില്ല. എൻ്റെ ഫാമിലി തന്നെ ഒരിക്കലും സമ്മതിച്ചില്ല. പേടിച്ച് എവിടെയെങ്കിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ തന്നെ അത് പുറത്ത് റൂമെടുത്ത് ഫ്ലാറ്റിൽ അങ്ങനെയൊക്കെയായിരുന്നു ജീവിതം. എന്തിന്? ഞാൻ ഗൾഫിൽ പോകുന്ന തലേ ദിവസം അവളെ കൊണ്ടുവന്നാൽ മതി എന്ന് വരെ ഉമ്മ പറഞ്ഞു. ഏതെങ്കിലും ഉമ്മമാരങ്ങനെ പറയുമോ? തൻ്റെ മകൻ്റെ കൂടെ അവൻ്റെ ഭാര്യ ജീവിക്കട്ടെ എന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കുള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയായിപ്പോയി. റബ്ബേ, എന്ത് ചെയ്യും? എൻ്റെ വിധി ഇങ്ങനെയായിരിക്കും, എൻ്റെ ജീവിതം ഇങ്ങനെയായിരിക്കും. അല്ലാതെ എന്താ പറയുക? അവൻ അവിടെ നിന്ന് കണ്ണീര് വാർക്കുന്നു. എന്തടാ സിനാനെ, സ്വപ്നം കാണുകയാണോ? അതേ, സ്വപ്നം കാണാനേ ഇത് വീട്ടിലെ മണിയറയല്ല, അതോർക്കണം. അവൻ പെട്ടെന്ന് അവിടെ എഴുന്നേറ്റിരുന്നു. ഇവിടെ അങ്ങ് സുഖമായി ഉറങ്ങാമെന്ന് വിചാരിക്കണ്ട കേട്ടോ. നീയേ വലിയൊരു കുറ്റവാളിയാണ്. കൊലപാതകത്തിനും അതുപോലെ തന്നെ മോഷണത്തിനും അങ്ങനെ പല രീതിയിലാണ് നിനക്കെതിരെ കേസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പൊന്നുമോനെ, വല്ലാതെ അങ്ങ് സുഖമായി കിടക്കല്ലേ. ഈ വടി കൊണ്ട് അങ്ങോട്ട് ഒഴിഞ്ഞു വാങ്ങും. സിനാന് ഒന്നും പറഞ്ഞില്ല, പ്രതികരിച്ചില്ല. ആരോടും എന്തും പറഞ്ഞിട്ടെന്ത്? പടച്ച റബ്ബ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ടെല്ലാം. അവനെല്ലാം അറിയുന്നവനാണ്. അവൻ എല്ലാം അറിയുന്നുണ്ട്. ഞാനിവരോട് എത്രയൊക്കെ തന്നെ പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല. അല്ലെങ്കിലും എൻ്റെ ഭാഗം ആരും വിശ്വസിക്കില്ലല്ലോ. എന്നെ ഭ്രാന്തനായിട്ടും കള്ളനായിട്ടും അവർ പേര് ചുമത്തി. എനിക്ക് അതിലൊന്നും വിഷമല്ലായിരുന്നു. എൻ്റെ പെണ്ണിന് എനിക്കൊന്ന് കിട്ടിയാൽ മതിയായിരുന്നു. അവൾ എന്നെ മനസ്സിലാക്കുന്ന നന്നായിട്ടറിയാം. പെട്ടെന്ന് പോലീസിൻ്റെ ചോദ്യം. അല്ല സിനാനെ, നിൻ്റെ ഭാര്യ ഇപ്പോൾ എവിടെ? അവൾ ഹോസ്പിറ്റൽ. ഓഹോ, അപ്പം നീ അങ്ങ് ഹോസ്പിറ്റൽ വരെ എത്തിച്ചു അല്ലേ? ഞാനല്ല. പിന്നെ എല്ലാവരും പറഞ്ഞത് നീ തന്നെയാണെന്നാണല്ലോ കുറ്റവാളി. പിന്നെ എന്താ പെട്ടെന്ന് നിനക്ക് അങ്ങനെ ഒരു... അല്ല സാറേ, ഞാനൊന്നുമല്ല. എന്തൊക്കെ തന്നെയാലും നിൻ്റെ ഉമ്മയങ്ങ് വിളിപ്പിച്ചിട്ടുണ്ട്. വൈകാതെ ഇങ്ങ് എത്തും. അപ്പോൾ നേരിട്ടാകാം ചോദ്യങ്ങളൊക്കെ. എന്താ? ഉമ്മയെ വിളിപ്പിച്ച കാര്യം സിനാൻ അറിഞ്ഞപ്പോൾ സിനാൻ്റെ മനസ്സിൽ ഒന്നും തോന്നിയില്ല. കാരണം ഒരിക്കലും എനിക്കിവിടെ വിജയമില്ല എന്നവൻക്ക് ഉറപ്പായിരുന്നു. കാരണം ഉമ്മ അത് ഉമ്മയുടെ ഭാഗം ക്ലിയറാക്കും, അതുറപ്പാണ്. ഉമ്മ എന്തെങ്കിലുമൊക്കെ കളവ് പറഞ്ഞ് ഒപ്പിക്കുൻക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇവിടെയും തോൽക്കും എന്നത് ഉറപ്പായിരുന്നു. അവശനായ സിനാനെ വല്ലാതെ ദാഹിക്കുന്നുണ്ട്. സാറേ, കുറച്ച് വെള്ളം തരുമോ? എൻ്റെ തൊണ്ട വരളുന്നു. ആഹാ, കള്ളന്മാർക്ക് എന്തിനാ വെള്ളം? അതും കട്ടങ്ങ് കുടിച്ചൂടെ?
പോലീസിൻ്റെ പരിഹാസം നിറഞ്ഞ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവനൊന്നും പറഞ്ഞില്ല. ദാഹിച്ചു വലയുന്നു. റബ്ബേ, എന്തൊരു പരീക്ഷണം! ഞാൻ എന്തിനങ്ങനെ പരീക്ഷണത്തിന് വിധേയനാക്കുന്നത്? എനിക്കറിയൊന്നുമില്ല. എന്നാൽ ഈ സമയം അതാ മുഹ്സിനയുടെ ആങ്ങള വിളിച്ചിരുന്നു. സാറേ, സ്വർണത്തിനെ കുറിച്ച് വല്ലതും ഉണ്ടോ? ഞങ്ങളെ മകളെ ഇങ്ങോട്ട് വന്നപ്പോൾ അത് കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ അവർ പറയുന്നത് അവൾ എടുത്തിട്ടുണ്ടാവും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ അവർ ഉമ്മ തന്നെ പറഞ്ഞു, സിനാന് വീട്ടിലൊന്നല്ല താമസിക്കുന്നത്, പുറത്തെവിടേക്കാണ്. അവന് എന്ത് ആവശ്യത്തിന് അങ്ങനെയും പറയുന്നുണ്ട്. ദയവായി ഞങ്ങൾക്ക് അവൾക്കിനി മറ്റൊരു വിവാഹത്തിന് കൊടുക്കുവാൻ അതേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ അത് എങ്ങനെയെങ്കിലും തിരിച്ച് കിട്ടണം. എത്രയോ പവൻ സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളുണ്ട്. അത് എത്രയാണെന്ന് കണക്ക് ഞങ്ങൾക്ക് തിട്ടപ്പെടുത്തിയിട്ടില്ല ഞങ്ങളെ. എന്തൊക്കെ തന്നെയായാലും ഏകദേശം ചുരുങ്ങിയതൊരു 85 ലക്ഷത്തോളം രൂപ വരും. കാരണം ഡയമണ്ട്സാണ് അതിൽ കൂടുതലുണ്ടായത്. അപ്പോൾ സാറേ, ഞങ്ങൾക്ക് അങ്ങനത്തെ അത്ര വലിയൊരു സംഖ്യ കൊടുത്ത് ഇനിയും ആഭരണങ്ങൾ വാങ്ങാന്നുള്ള കാര്യം സ്വപ്നം പോലും കാണാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ആ കാര്യം നിങ്ങളൊന്ന് അതിൻ്റെ തെളിവ് കിട്ടണം ഞങ്ങൾക്ക്, സംഭവം എവിടെയാണെന്ന്. കാരണം ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അവളെ കൈ മുറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പിന്നെ വീട്ടിലേക്ക് അങ്ങോട്ടാണ് കൊണ്ടുവന്നത്. ആ ഒരു സമയത്ത് അവൾ ആഭരണങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തന്നാൽ ഓക്കെ, നിങ്ങളുടെ പരാതി നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. നേരെ ലോക്കപ്പിലേക്ക് അതാ പോലീസ്. മോനെ സിനാനെ, സത്യം പറഞ്ഞാൽ നിനക്ക് വേണമെങ്കിൽ ഒരു പക്ഷേ കഴിച്ചിലാവും. പക്ഷെ കഴിച്ചിലായാലും ചെറിയൊരു ശിക്ഷ ഇല്ലാതിരിക്കാനും പറ്റൂല. പറയടാ, എവിടെയാണ് നീ അത് ഒളിപ്പിച്ചത്? അവന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. നാളെ ഉമ്മ വരും, എൻ്റെ ഉമ്മ പറയും അതിൻ്റെയൊക്കെ ഉത്തരം. എനിക്കതറിയില്ല. നിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയത് തന്നെയാണ്. നിൻ്റെ ഉമ്മ ഒരു കാര്യം പറഞ്ഞിരുന്നോ, സിനാനെങ്ങാനും കൊണ്ടുപോയിട്ടുണ്ടാവും എന്നുള്ളത്. അത് ഉറപ്പായിട്ടല്ല. പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തിനാ സിനാനെ മോനെ സ്റ്റേഷനിൽ വന്ന് ഇങ്ങനെ കളവ് പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നിനക്ക്? സാറേ, എല്ലാം കാണുന്ന ഒരാളുണ്ട്. അല്ല, എന്നെ പഠിച്ച അല്ല, എല്ലാം അവന് കാണുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് സിനാൻ അവൻ്റെ കണ്ണീര് നിയന്ത്രിക്കാൻ കഴിയില്ല. ഓഹോ, അല്ലെങ്കിലും അവസാനമായി പറയുന്ന സത്യം എല്ലാവരും ദൈവത്തെ പിടിച്ചായിരിക്കും. രക്ഷയില്ലാന്ന് കണ്ടാൽ അവസാനത്തെ, അത് പഴയ കാലത്തൊക്കെ എല്ലാവരും സത്യം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ളതിനും എല്ലാത്തിനും എല്ലാവരും ദൈവത്തെ പിടിച്ച് സത്യം പറയുന്ന സ്വഭാവമുണ്ട്. അതൊന്നും എനിക്ക് കേൾക്കണ്ട മോനെ. നീ അങ്ങ് പറഞ്ഞ് നിൻ്റെ കൂട്ടുകാരനെ കൂടി നാളെ അങ്ങോട്ട് വിളിപ്പിക്കണം. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ എവിടെയാണ് സ്വർണം അല്ലെങ്കിൽ ഡയമണ്ട് കൊണ്ടുപോയി നിക്ഷേപിച്ചത്, എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചത്, എവിടെയാണ് വിറ്റത്, അതറിയണം. എന്തിനാടാ സിനാനെ സത്യം നിനക്ക് പുറത്ത് പറഞ്ഞൂടെ? ആരെയാണ് നീ ഭയക്കുന്നത്? അവൻ ആ പോലീസിൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. ഇല്ലാത്തത് എങ്ങനെ പറയും, എടുക്കാത്തത് എങ്ങനെ പറയും? സത്യം പറഞ്ഞാൽ മുഹ്സിനയുടെ ഒരു തരി പൊന്നോ ഒരു മോതിരം പോലും ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല, അത് നോക്കിയിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. അവനത് പറയണമെന്ന് തോന്നി. പക്ഷേ പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല എന്ന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാം പടച്ച റബ്ബിൽ അർപ്പിച്ചുകൊണ്ട് സിനാൻ ദുആ ചെയ്തു. ആഹാ, നീ വല്ലാതെ അങ്ങ് അഭിനയിക്കുന്നുണ്ടല്ലോടാ. ഇങ്ങനെയൊക്കെ പല കള്ളന്മാരും ചെയ്യുന്നതാണേ. അതെ, സത്യം പോലെ പറയണം. രക്ഷപ്പെടില്ല എന്നെനിക്കറിയാം. എങ്കിലും ഒരു പോളെ കണ്ണടക്കാൻ പോലും സിനാനെ അന്ന് അനുവദിച്ചില്ല. ഇടയ്ക്കിടെ ഉപദ്രവിച്ചുകൊണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും അവനെ ആകെ ബുദ്ധിമുട്ടിലാക്കി. എനിക്ക് കുറച്ച് വെള്ളം തരൂ. വെള്ളമൊക്കെ തരാം, എന്നാലേ സത്യം കൊണ്ട് പുറത്ത് വരണം കേട്ടോ. ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി അതാ ഒരു വെള്ളം അവനക്ക് നൽകുന്നു. എന്താണെന്നറിയില്ല, അത് കുടിക്കുമ്പോൾ അവൻ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നു. റബ്ബേ, ഇതെന്ത് വെള്ളമാണ്? പച്ചവെള്ളമൊന്നല്ലേ? പക്ഷേ ദാഹത്തിൻ്റെ മുകളിൽ അവനത് കുടിക്കാതെ നിൽക്കാൻ കഴിയില്ലായിരുന്നു. എന്തൊക്കെ തന്നെയാലും അവൻ വിചാരിച്ചു, നാളെ ഉമ്മ എത്തും, കാര്യങ്ങളെല്ലാം പറയും. വീണ്ടും ഞാൻ ആയിക്കോട്ടെ, കുഴപ്പമില്ല. എൻ്റെ ജീവിതം, എൻ്റെ മരണം ജയിലിൽ കിടന്നിട്ടാണെങ്കിൽ അതങ്ങനെ. റബ്ബേ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുന്നുള്ളൂ. എനിക്ക് മരിക്കാൻ ഭയമില്ല പഠിച്ചോനെ, മരിക്കാൻ എനിക്ക് ഭയമില്ല. എന്തിനും ഈ ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കണേക്കാൾ നല്ലത് മരണം തന്നെയാണ്. റബ്ബേ, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കുന്നു.
മരണം എനിക്ക് ഹയറാകുമ്പോൾ അല്ല, ഈമാൻ തരണേ. ഈമാനോട് കൂടി എന്നെ നീ മരിപ്പിച്ചു തരണം അല്ല. അതുമാത്രം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, വേറൊന്നുമില്ല. എനിക്ക് വേറൊന്നും വേണ്ട. പഠിച്ചോനെ, ഈ ദുനിയാവിൽ എനിക്കെൻ്റെ പ്രിയപ്പെട്ട മുഹസിക്ക് ഒരുമിച്ച് ജീവിക്കാൻ ആരും അനുവദിച്ചില്ല. ഞങ്ങളതിന് സമ്മതിച്ചില്ല. എന്തിന്, എൻ്റെ കുഞ്ഞിനെ വരെ നശിപ്പിച്ചു കളഞ്ഞു. ഒരിക്കലും ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് സഹിക്കുന്നില്ല. ഉമ്മാക്ക് തീരെ സഹിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ചറമ്പേ, അങ്ങ് സ്വർഗത്തിൽ, നിൻ്റെ സ്വർഗീയ ആരാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മുഹസിയെ എനിക്ക് കാണണം. എനിക്ക് അവൾക്ക് അവിടെ ജീവിക്കണം. ദുനിയാവിൽ ഞങ്ങൾ ജീവിക്കാൻ സമ്മതിച്ചില്ല. അതിൻ്റെ പകരമായിട്ട് റബ്ബേ, നാളെ പരലോകത്ത് ഞങ്ങൾക്ക് നീ നല്ലൊരു ജീവിതം തരണേ അല്ലാ. ഹൃദയം പൊട്ടിക്കൊണ്ടാണ് സിനാൻ അത് ദ്വാ ചെയ്തത്. ബാങ്കുലി കേൾക്കുന്നു, നിസ്കരിക്കുവാൻ പുറത്തിറക്കുന്നില്ല. എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് നിസ്കരിക്കുന്ന രൂപമൊക്കെ കാണിച്ചു കൂട്ടി. എന്നാൽ നേരം വെളുത്തു തുടങ്ങി. പോലീസുകളൊക്കെ എത്തി. അല്ല, ഇവൻ സത്യം പറഞ്ഞോ? എവിടെ സാറേ? ഞാൻ പലവട്ടം ചോദിച്ചു. വെള്ളം വരെ കൊടുക്കാതെ വരെ ചോദിച്ചു. എത്ര സമയം? പിന്നെ എന്തെങ്കിലും ആയിപ്പോന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് കൊടുത്തു. ആഹാ, അവൻ അതിൻ്റേതായ കറക്റ്റ് അടി കിട്ടിയിട്ടില്ല. നല്ല കൂമ്പിലിട്ട് ഇടി അങ്ങ് കൊടുക്കുമ്പോഴേ അതങ്ങ് താനെ പുറത്ത് വരും. എവിടെയാടാ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചത്? എവിടെയാടാ വിട്ടത്? അവനൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവൻ ദയനീയമായി അവരുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ കള്ള ലക്ഷണം? ഒന്നും മിണ്ടുന്നില്ല. മൗനത്തിനടുത്ത് എന്താ സമ്മതം എന്നാണ്. പക്ഷേ അല്ലെന്ന് പറഞ്ഞാലും അടി കിട്ടും. അതുകൊണ്ട് തന്നെ അവനൊന്നും മിണ്ടിയില്ല. അവനെല്ലാം പഠിച്ച റബ്ബിൽ സമർപ്പിച്ചുകൊണ്ട് അതാ അവരുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കുന്നു. എല്ലാം അറിയാം, നിന്റെ പെറ്റ തള്ളയാണ് കൊണ്ട് വിളിപ്പിക്കുന്നത്. അവർ മണി പോലെ അങ്ങ് പറയും. അവിടെ വീട്ടിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ടേ ഒരു തെളിവും കിട്ടിയില്ല. പിന്നെ നീയാണ് പുറത്ത് ജീവിക്കുന്നത് എന്നുള്ള ന്യൂസ് കിട്ടും. അത് മതിയല്ലോ നമുക്ക്. ഓക്കെ, അത് മതി. പുറത്ത് പോയി പല പല ഡാൻസ് ക്ലബ്ബുകളിലും റിസോർട്ട് എടുത്തും റൂം എടുത്തും ഹാപ്പി ആകുക നിങ്ങളല്ലേ. നടക്കട്ടെ. അതും പാവപ്പെട്ടൊരു പെൺകുട്ടികളുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉപയോഗിച്ച്. എന്താണ് ഇതിനൊക്കെ സിനാന? നിനക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവില്ലേ? നിനക്ക് ഉമ്മയും പെങ്ങളൊന്നും ഇല്ലേ? നിൻ്റെ പെങ്ങളുടെ ഗോൾഡൊക്കെ അങ്ങനെ എടുത്ത് നിൻ്റെ അളിയൻ ചെയ്യണം. എന്തായിരിക്കും നിൻ്റെ മനോഭാവം? അവന് ഒന്നും മിണ്ടിയില്ല. സർ, ഒരിക്കലും അത് ഞാനല്ല. അവൻ ശക്തമായിട്ടാണ് അത് പ്രതികരിച്ചത്. എന്താടാ പറഞ്ഞത്? മോഷ്ടിച്ചതും പോലെ കളവ് പറയുന്നു. അവൻ്റെ മുഖത്തേക്ക് അതാ അയാൾ ചൂണ്ടിപ്പിടിക്കുന്നു. സാറേ വിട് സാറേ, എനിക്ക് വല്ലാതെ വേദനിക്കുന്നു. ആഹാ, വേദനിക്കണല്ലോ. വേദനിച്ച് നിൻ്റെ വായിൽ നിന്ന് ആ സത്യം കൊണ്ട് പുറത്തു വരണം. സാറേ, ഞാൻ ചെയ്തിട്ടില്ല. അവന് സംസാരിക്കുവാൻ വരെ ബുദ്ധിമുട്ടായി. ആ ഒരു വടിയുടെ മുന കൊണ്ട് അവൻ്റെ താടിയല്ലേ പൊക്കി പിടിച്ചിരിക്കുകയാണ്. പറയടാ, നീ പറയില്ല അല്ലേ? നീ പറയില്ലേ? ആ ഒരു മുട്ടൻ വടി കൊണ്ട് കൈകാലുകൾ ശക്തമായി തല്ലുന്നു. അവന് വേദനിച്ച് ആകെ ബുദ്ധിമുട്ടായി, ഇടങ്ങാറായി. അവന് മനസ്സിലായി, ഇല്ല, എന്തിനാണ് ഇവിടെ? എനിക്ക് വേണ്ട ദുനിയാവത്തെ ജീവിതം. സാറേ, എന്നങ്ങ് തല്ലിക്കൊന്നോളൂ. എന്നാലും എനിക്ക് പറയാൻ ഒന്നുമില്ല. ആഹാ, അങ്ങനെ കൊന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. തെളിവുകൾ അടക്കം എത്തിയിട്ട് നിനക്കുള്ള ശിക്ഷ വരാൻ പോകുന്നേ ഉള്ളൂ. ഇതൊക്കെ എന്താ? ഇതൊക്കെ ജസ്റ്റ്. ഇതൊന്നല്ല മോനെ, ശിക്ഷ വരാൻ കിടക്കുന്നേ ഉള്ളൂ. നിനക്കറിയില്ലേ ശിക്ഷകൾ എങ്ങനെയൊക്കെയാണെന്ന്? ആ രീതിയിലുള്ള ക്രിമിനൽ കുറ്റങ്ങളാണ് മോനെ നീ ചെയ്തിട്ടുള്ളത്. സമയം 8 മണി, 9 മണി, 10 മണിയാകുമ്പോഴേക്കും ആ ഒരു സ്ത്രീയോട് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് എന്താടാ? നിൻ്റെ ഉമ്മാക്കത് വരാനായിട്ടില്ലേ? ഒന്ന് വിളിക്കടാ. നാ ഫോണ് വിളിക്കേ. അവനെ കൊണ്ട് തന്നെ അതാ വിളിപ്പിക്കുന്നു. ഇല്ല, ഞാൻ വിളിക്കുന്നില്ല. നീ വിളിക്കില്ലേ? എന്താ നിനക്ക് പെറ്റ തള്ളനോട് വിളിക്കാൻ വരത്രേ? അപ്പം മനസ്സിലാക്കാലോ നീ കള്ളനാന്ന്. വിളിക്കടാ. വിളിക്കാനാ പറഞ്ഞത്. ഇല്ല, എനിക്ക് വിളിക്കാൻ കഴിയില്ല. എന്തു പറ്റി? എന്ത് വിളിക്കാൻ കഴിയാത്തത്? ഒരിക്കലും ഉമ്മ തന്നോട് മിണ്ടില്ല എന്നുള്ള കാര്യം അത് അവൻക്ക് ഉറപ്പായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് റബ്ബേ എന്നെ എന്തിനാ ഇവരെ ശിക്ഷിക്കുന്നത്? ഇന്നാ വിളിക്കാനാ പറഞ്ഞത്. അവൻ തലയാട്ടി വിളിക്കില്ല എന്നുറപ്പായി. ഇവന് എന്ത് അഹങ്കാരിയടാ!
അവൻ്റെ മുഖം നോക്കി ഒന്ന് പൊട്ടിച്ചിട്ട് പറഞ്ഞു, ഇതേ നിനക്കുള്ളത് ചെറിയൊരു സാമ്പിൾ വെടിക്കട്ട്. സിനാൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി, രണ്ട് കവിളിലും കണ്ണുനീർ ചാലിട്ടൊഴുകി. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി റബ്ബെ ഞാൻ അടികൊള്ളത്? എനിക്കറിയില്ലല്ലോ ഒന്നും. സമയം 10 മണിയായിട്ടും അതാ അവരെ കാണുന്നില്ല. നേരിട്ട് അതാ സിനാൻ്റെ ഉമ്മാക്ക് സ്റ്റേഷനിൽ വിളിക്കുന്നു. ഉമ്മ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയോ? എന്താണെന്നറിയില്ല. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നതന്നെയല്ല. 2 വനിതാ പോലീസുകാരെ വിളിച്ച്, അതേ ഇവൻ്റെ വീട്ടിലേക്കൊന്ന് ചെല്ലേ, അവർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ വാഹനത്തിൽ അവർ അതാ പുറപ്പെട്ടു. നേരെ അതാ സിനാൻ്റെ വീട്ടിലേക്ക് പോലീസ് വാഹനം വരുന്നത് കണ്ട് എല്ലാവരും അത് നോക്കി നിന്നു. എങ്ങോട്ടാണിപ്പോൾ ഇത്? സിനാൻ്റെ ഉമ്മ വാതിലടച്ച് നിൽക്കുകയായിരുന്നു. അതേ, ഹലോ. എത്ര ബെല്ലടിച്ചിട്ടും മുട്ടിയിട്ടും വാതിൽ തുറക്കുന്നില്ല. ഇതിപ്പോൾ ഒരു ശല്യമായല്ലോ. എന്ത് ചെയ്യും? അതെ, അകത്താളുണ്ട്, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വാതിൽ ചവിട്ടി പൊളിച്ച് വരണ്ടെങ്കിലേ വാതിൽ ഓപ്പൺ ചെയ്തേക്കൂ. വീട് തകർക്കും എന്നുള്ള ആ ഒരു ശബ്ദം കേട്ടപ്പോൾ അവർ വാതിൽ തുറന്നു. എന്താ, ആരാണ്? നിങ്ങളോട് സ്റ്റേഷനിലേക്ക് ഹാജരാകും പറഞ്ഞിട്ട്. ആ, ഞാനതിൻ്റെ ഫോണ് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് ചാർജും കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. പിന്നെ എന്നാൽ കയറിക്കോ കേട്ടോ. നിങ്ങൾക്കെന്താ കയറാത്ര പ്രയാസം? നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ മാത്രമാണ്, അല്ലാതെ നിങ്ങൾ ഉപദ്രവിക്കാറൊന്നല്ല. ആ പോലീസുമാർ അവരോട് പറഞ്ഞു. പോലീസ് ജീപ്പിൽ കയറിയപ്പോൾ വല്ലാത്തൊരു നാണക്കേട് തോന്നി. അയ്യേ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരിത്. വല്ലാത്തൊരു കഷ്ടം തന്നെ. എൻ്റെ ചെക്കൻ്റെ പരിപാടി കൊണ്ടാണ് എനിക്ക് ഈ ഒരു പണി കിട്ടിയത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഉമ്മമാരൊക്കെ സ്റ്റേഷനിൽ കയറ്റാൻ മക്കൾ പറയോ, കുരുത്തം കെട്ടവൻ. ഒരിക്കലും വേണ്ട അങ്ങനെ ഒരു മോനെ എനിക്ക്. ഓൻ്റെ വിചാരം ഉണ്ടായിരുന്നു അവളുടെ കൂടെ സുഖമായി അങ്ങ് ജീവിക്കാം. അതങ്ങ് ഇല്ലാതായല്ലോ. എനിക്കത് മതി, വേറെ ഒന്നും വേണ്ട. അവർ രണ്ടുപേരും സുഖമായി ജീവിക്കണം കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നായിരുന്നു. ഇപ്പോൾ തൽക്കാലത്തിന് അത് റെഡിയായി. സിനാൻ്റെ ഉമ്മ ദേഷ്യത്തോടെയാണ് ജീപ്പിലിരിക്കുന്നത്. അല്ല ഉമ്മ, നിങ്ങളുടെ വീട്ടിലെ സ്വർണം മോൻ തന്നെ കൊണ്ടുപോയത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? മോനല്ലേ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നത്, അല്ലാതെ ഇപ്പോൾ ആര് കൊണ്ടാകാനാ? അറിയാത്ത രീതിയിൽ ഉമ്മ പറഞ്ഞു. അങ്ങനെ സ്റ്റേഷനിൽ അതാ ഉമ്മ എത്തി. ശരിക്കും പറഞ്ഞാൽ അവർക്ക് അതിനുള്ളിലേക്ക് കിടക്കുമ്പോൾ അല്പം ഭയമുണ്ടായിരുന്നു. പക്ഷെ എന്തിനു ഭയക്കണം, ഒരാളുണ്ടല്ലോ അവിടെ. അതേ, നിങ്ങളുടെ മകനാണ് ഞാൻ ലോക്കപ്പിൽ കിടക്കുന്നത്. നിങ്ങളുടെ മകൻ ഇത്രയ്ക്കും വലിയ തെറ്റുകാരനാണ് എന്താ കാരണം? എന്തായിരുന്നു സാഹചര്യം? എനിക്കറിയില്ല. ഓൻ്റെ മനസ്സിലൊരു തോന്നിയിട്ടുണ്ടാവും. അല്ല, മകന് സ്വർണം എടുക്കുമ്പോൾ നിങ്ങളോട് ചോദിച്ചിരുന്നോ? എന്നോട് ചോദിച്ചിട്ടൊന്നുമില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് അവനാണെന്ന്? ഞാൻ പറഞ്ഞു, ഓനെ പുറത്തിറങ്ങി തെണ്ടി തിരിഞ്ഞ് നടക്കല്ലേ, ഓൽക്കല്ലേ പൈസക്ക് ആവശ്യം ഉണ്ടാകുക, അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും. തിരിച്ചും മറിച്ചും പോലീസുകാർ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോഴെല്ലാം പറഞ്ഞത് അതെൻ്റെ മോൻ തന്നെ ആയിരിക്കും. ഞാൻ എൻ്റെ മോനായതുകൊണ്ട് പറയില്ല, കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് തന്നെയാണ്. ഉമ്മയുടെ ആ മറുപടി ശരിക്കും ആ മകൻ കേട്ടു. ഉമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ അവനക്ക് തോന്നിയില്ല. റബ്ബേ, ഇങ്ങനെയുണ്ടാവുമല്ലോ മാതാപിതാക്കൾ. എന്താ റബ്ബേ, എനിക്ക് ഇങ്ങനത്തെ മാതാവിനെ നീ തന്നത്? അവൻ വളരെയധികം സങ്കടപ്പെട്ടു ഉമ്മയുടെ ആ വാക്കുകൾ കേട്ടിട്ട്. എന്നാൽ അതിനിടയ്ക്ക് പോലീസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്തൊക്കെ സ്വർണം ഉണ്ടായിരുന്നു അവൾക്ക്? ഡയമണ്ടിനൊരു പെട്ടിയുണ്ട്, ഗോൾഡിനൊരു പെട്ടിയുണ്ട്. അതപ്പോൾ എവിടെയായിരുന്നു വെച്ചത്? അത് എൻ്റെ അലമാരിയിലെ ഞാൻ വെക്കൽ. ഇനിയിപ്പോൾ അലമാരി വെച്ചാൽ ഓലിപ്പോൾ എവിടേക്കും പോകും, പുറത്തൊക്കെ പോകും എന്നൊക്കെ ആകുമ്പോൾ ശ്രദ്ധ ഉണ്ടാവില്ല വിചാരിച്ചിട്ട് അത് എൻ്റെ അലമാരിയിൽ ഞാനാണ് വെച്ചത്. ഉമ്മയുടെ വായിൽ നിന്ന് അറിയാതെ ആ സത്യം പുറത്തു വന്നു. അവർക്ക് അതൊരു പിടിവെള്ളിയായി. അപ്പം നിങ്ങളായിരുന്നല്ലേ, നിങ്ങളുടെ അലമാരയിലായിരിക്കില്ല സൂക്ഷിക്കൽ. അവിടെ വെച്ചാൽ പിന്നെ ഒരു കുട്ടി അത് എടുക്കൂല. ചാവി എൻ്റെ അടുത്തല്ലേ, ചാവി എൻ്റെ അടുത്ത് ഭദ്രമായി ഉണ്ടാവും. ഒരു കുട്ടിക്ക് അത് കുത്തിപ്പൊളിക്കാനും കഴിയൂല. അത്രക്കും കട്ടിങ്ങനെയുള്ള മരത്തിൻ്റെ അലമാരയാണ്. ആ ഒരു വാക്കും ഉമ്മയുടെ വായിൽ നിന്ന് വീണപ്പോൾ അവർക്ക് ഏറെക്കുറെ കാര്യങ്ങൾ പിടികിട്ടിയോ എന്നൊരു സംശയം. അല്ല, എന്നിട്ട് അത് നിങ്ങൾ ആണോ? നിങ്ങൾ എവിടെയാണത് ഒളിപ്പിച്ചു വെച്ചത്? അതൊക്കെ ഭദ്രമായി. സിനാൻ്റെ പ്രാർത്ഥന കൊണ്ടാണാവോ എന്തെന്നറിയില്ല, ഉമ്മയുടെ വായിൽ നിന്ന് സത്യം അറിയാതെ പകുതി പുറത്തു വന്നു. അപ്പോൾ പോലീസുമാർ പരസ്പരം, ഓഹോ, അപ്പോൾ അവനെ മാത്രം പറയണ്ട, കക്ഷി ഇവരാകാനാണ് ചാൻസ്.
അതെ, നിങ്ങളുടെ പേരിൽ ഈ ഒരു കേസ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതായത് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ കട്ടിയും കനമുള്ള ഒരു അലമാരയിൽ നിന്നൊരു കുട്ടി എടുക്കൂലെന്ന്. പിന്നെ എങ്ങനെ സിനാനത് എടുത്തു? നിങ്ങളെങ്ങനെ? ചാവി നിങ്ങളുടെ അരയിലാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ അലമാര കുത്തിപ്പൊളിച്ചോ? കുത്തിപ്പൊളിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങളത് നോക്കിയല്ലോ, അതിന് യാതൊരു രീതിയിലുള്ള കേടുപാടും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം? ശരിക്കും അവർക്ക് ആ ഉമ്മയുടെ പരിങ്ങലും എല്ലാം കൂടി കണ്ടപ്പോൾ ചെറുതായിട്ട് ഒരു സംശയം തോന്നി. പിന്നെ ഒരിക്കൽ കൂടി മുഹ്സിനയോട് ഒന്ന് ചോദിക്കാട്ടോ കാര്യങ്ങളൊക്കെ. അതായത് ഈ ഒരു കേസിൻ്റെ മെയിൻ ആളായ മുഹ്സിന, അവളുടെ ആഭരണങ്ങളാണ് നിങ്ങൾ എടുത്തത്. അവൾക്ക് എന്തോ മെഡിസിനെ കലക്കി കൊടുത്തു, അതുപോലെ അവളെ കേൾപ്പിച്ചു എന്നുള്ള 2-3 കേസുകളെ കാര്യത്തിൽ നോക്കുമ്പോൾ എന്തൊക്കെ തന്നെയായാലും മുഹ്സിനയെ അവളോടൊന്ന് കാര്യങ്ങൾ ചോദിക്കുക. അവൾ അനസ്തേഷ്യയിലാണെന്നൊക്കെ പറഞ്ഞിരുന്നത് തെളിഞ്ഞിട്ട് മതി. അങ്ങനെ ആകുമ്പോൾ അവളുടെ മുമ്പിൽ വെച്ച് ഒന്ന് ചോദിക്കായിരിക്കും നല്ലത്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അത് റെഡിയാവുന്നു. ഏയ് വേണ്ട, ഓളെ മുമ്പൊന്ന് എന്തിനു ചോദിക്കണത്? സുഖമില്ലാത്ത കുട്ടിയാണ്, അവൾക്ക് മാറട്ടെ, അസുഖം മാറിയിട്ട് വേണം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. അല്ലാ, പാവം മോളാണ്, നല്ല മോളാണ്. ആ മോളെ നിങ്ങൾ ഒരിക്കലും ചോദിച്ചടങ്ങാറാക്കരുത്. കാരണം ആ മോളെന്ന് വെച്ചാൽ അത്രക്ക് അവൾക്ക് വയ്യാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് പറയണത്. ഡോക്ടറോട് ചോദിച്ചിട്ട് ഞങ്ങൾ ശ്രമിച്ചോളാം. ഒരാളോട് ചോദിക്കണ്ട. അവളെ ഇനി ഒന്നും പറഞ്ഞ് ടെൻഷനും ആക്കരുത്. അവൾ പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കൂടി കേട്ടപ്പോൾ ശരിക്കും പോലീസുമാർക്ക് ചെറിയ രീതിയിലുള്ള ഒരു സംശയം തോന്നി തുടങ്ങി. അപ്പോൾ ആ ആഭരണങ്ങൾ പുറത്തു പോകാൻ ചാൻസ് ഇല്ല, അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അതാണ് അവർ വിചാരിച്ചത്. അങ്ങനെ അതാ മുഹ്സിനയോട് കാര്യങ്ങൾ ചോദിച്ചറിയാം എന്നുള്ള രീതിയിലാക്കി പോലീസിന്റെ നീക്കങ്ങൾ. ഇൻഷാ അല്ലാ എന്തായി തീരും, മുഹ്സിന എന്ത് പറയും, നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.